ഭയങ്കരനായ ഭൂതോട് ഓടിക്കോ. എന്റെ അടുത്തേക്ക് വരരുത്. ഭൂതൻ ചേട്ടാ, ഈ അടി അങ്ങോട്ട് വാങ്ങിച്ചോ. ഹണി, പ്ലാൻ ബിയുടെ സമയമാണ്. ഇത് വെച്ചോ, വേഗം വാ. എനിക്ക് ഇതുപോലത്തെ ഐലൻഡ് മുഴുവനായിട്ടൊന്ന് കാണണമായിരുന്നു. നിനക്കെന്താ കണ്ണു കണ്ടൂടെ? അപ്പൊ ഇവനെ വിടണമല്ലേ? എന്തെങ്കിലും ചെയ്യ്, എന്നെ വേഗം രക്ഷിക്ക. ഈ കാറ്റ് നമ്മളെ എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? ഞങ്ങളെ സഹായിക്കേ. എടാ, ഞാൻ എന്ത് സഹായിക്കാനാണ്? ഞാൻ തന്നെ ആകെപ്പാടെ പേടിച്ച് വിറച്ചിരിക്കുക. നീ എന്തിനാ പേടിക്കുന്നത്? നീ പോപ്പട്ടല്ലേ, നിനക്ക് പറക്കാലോ. അതെ, ഈ വെപ്രാളത്തിനിടയ്ക്ക് ഞാൻ ചിലപ്പോ ഇതൊക്കെ അനങ്ങിപ്പോകരുത് റബ്ബർ സിംഗ്. കഴുത അവനല്ല, കഴുത ഞാനാണ്, യഥാർത്ഥ കഴുത. അല്ലേ കച്ചളിയ? നിങ്ങളൊക്കെ ആരാണ്? ഞാൻ ഹണി, ഇവൻ ബണി, ഇത് സോർദാർ, ഇത് പോപ്പട്ട്, പിന്നെ ഇത് മുയൽ ചേട്ടൻ. നീ എന്തിനാടാ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിന്നെ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത്? ഇവിടെ എന്താ, നീ എന്തെങ്കിലും ജോലി ചെയ്യാൻ പോവാണോ? നിങ്ങൾക്കൊക്കെ ജീവനിൽ പേടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ വെറുതെ വിട്ടേക്ക്. ഈ കാക്ക വല്ലാതെ കിടന്ന് ചെലക്കുന്നുണ്ട്. ഉടനെ പിടിച്ചതിനെ കൂട്ടിനകത്താക്ക്. വെയിലത്ത് പറന്ന് പറന്ന് ഞാൻ കറുത്തെന്നാ തോന്നുന്നേ. കാണുന്നവരൊക്കെ എന്നെ കാക്ക കാക്ക എന്നാ വിളിക്കുന്നത്. പോപ്പട്ടിന്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് നീ ഈ കടമ്പോ ഒന്ന് കടക്കേണ്ടി വരും. എടാ ബണ്ണി, നീ ഇന്നലെ നിന്റെ പേര് മാറ്റിയോടാ. എന്നോടൊരു വാക്ക് പോലും നീ പറഞ്ഞില്ലല്ലോ. എടാ മണ്ട, അവൻ ഡയലോഗ് പറഞ്ഞതാണ്. ബണ്ണി എന്തിനാണ് ഡയലോഗ് ഒക്കെ പറയുന്നത്? ഇവിടെ എന്താ വല്ല ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ? എന്തോ ഷൂട്ടിങ്ങോ? ഏത് പടം വരുന്നാലും ശരി, എനിക്കൊരു ചെറിയ ഹീറോ വേഷം തരണം കേട്ടോ. ഞാൻ അടിപൊളിയായിട്ട് പഞ്ച് ഡയലോഗ്സ് ഒക്കെ പറയും കേട്ടോ. ഇന്നാ കേട്ടോ, കളി എന്നോട് വേണ്ട മോനെ ദിനേശ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം മോനെ ദിനേശ, നിന്റെ കളി എന്റെ അടുത്ത് വേണ്ട. എങ്ങനെയുണ്ട് പറയേ എങ്ങനെയുണ്ട്? എല്ലാവരും വേഗം വാ, നമുക്കും പുറകെ പോയി നോക്കാം. അല്ല, അദ്ദേഹം എങ്ങോട്ടാ പോയത്? നോക്കണം മാഡം, കുതിരയുടെ ഫുഡ് സ്റ്റെപ്സ്. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇയാളുടെ തമാശ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. ഇയാൾ ചെയ്യുന്ന ഒന്നും എനിക്ക് ഇഷ്ടമാകുന്നില്ല. മാഡത്തിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ചെയ്യാനും പറ്റുന്നില്ല. പക്ഷെ ഇയാൾക്ക് കൊടുക്കേണ്ട പണി ഞാൻ ആലോചിച്ചു കഴിഞ്ഞു.
വാ ഒളിച്ചു നിൽക്കാം. ഇനിയാണ് രസം. എന്റെ പറ്റി മേഡം കാർണലിന്റെ കുതിര. കുതിര ചെളിക്കുടിനകത്ത് മുങ്ങിപ്പോയെന്നാണ് തോന്നുന്നത്. ഓ, ഓ, മിസ്റ്റർ റോക്കി ഇത് എവിടെ പോയി? പുറത്തെങ്ങും കാണുന്നില്ലല്ലോ. വേഗം വാ, നമുക്ക് കുതിരയെ ചെളിയിൽ നിന്ന് പുറത്തെടുക്കാം. ഇങ്ങോട്ട് നോക്കൂ മിസ്റ്റർ റോക്കി, നമ്മളെ എല്ലാരെയും പറ്റിക്കുകയായിരുന്നു. എന്റെ കൂട്ടുകാരെ, ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെവിയും വാലും അവിടെ വെച്ചിരിക്കുകയായിരുന്നു. മിസ്റ്റർ റോക്കി ഈ തമാശ എന്തായാലും വളരെ ചീപ്പായി പോയി. ആ, പിന്നെ കോണലിന്റെ കുതിര എവിടെ? അതിവിടെ തന്നെയുണ്ട്. വരൂ. അത് ആ തലയില്ലാത്ത ആരാണ്? അയാൾ എത്രയും പെട്ടെന്ന് പിടിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. നമുക്ക് കർണലിന്റെ കുതിരയെ തിരിച്ചു കൊടുക്കണം. കുതിരയില്ലാതെ തിരിച്ചു പോയാൽ അദ്ദേഹം നിന്നെ ഇടിച്ച് സൂപ്പാക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോപ്പട്ടിനെ അയക്കാം. ഒരു ഷേപ്പ് ഇല്ലാത്തവരാ പോപ്പട്ട്. അതുകൊണ്ട് അവൻ പോയ പ്രശ്നം ഉണ്ടാവില്ല. വേഗം വാ, കുതിരയെ കണ്ടെത്താം. നോക്കൂ, അതാ നിൽക്കുന്ന കുതിര. ഓ, കുതിര ഇപ്പോൾ അവിടെ നിന്ന് പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീട് ഭൂതങ്ങളുടെ വീടാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. സംശയമുണ്ടോ? അതെ അതെ മേഡം, ഞങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ വീട്ടിൽ ഭീകരന്മാരായ ഭൂതങ്ങളുണ്ട്. ഓ, സത്യമാണോ? അതെ. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ഇതൊക്കെ വെറുതെയാണ്. അങ്ങനെ ഒന്നും തന്നെ ഇല്ല മിസ്റ്റർ റോക്കി. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. പ്രേതം വരികയാണെങ്കിലോ? അവരോടെന്തെങ്കിലും തമാശ കാണിക്ക്. സംശയമുണ്ടോ? മാഡം, വണ്ടി പുറകോട്ടെടുക്ക വേഗം. വേഗം നമുക്ക് ഈ വീട്ടിന്റെ പുറത്തേക്ക് പോകാം. അല്ല, ഗേറ്റ് തന്നെ അടഞ്ഞല്ലോ. എന്താ റോക്കി ഇത്? താൻ എത്ര ശക്തനാണ്? താൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഈ ഭൂതത്തിൽ നിന്ന് നിങ്ങളാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടത്. ഞാൻ എങ്ങനെയാ നിങ്ങളെ രക്ഷിക്കുക? ഞാൻ തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മച്ചിയെ, പ്രേതം. വാവ്, എനിക്കൊരു കാര്യം അറിയണം. നിങ്ങൾ 3 പേരിൽ ആർക്കാണ് ഏറ്റവും നന്നായിട്ട് ഇടിക്കാൻ അറിയുക? പോപ്പട്ടിനെ അറിയാം. ഹണി, എന്റെ സൈസ് വെച്ച് എന്നെ കളിയാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സോർദാറിനെ കൊണ്ട് ഇടിക്കാൻ കഴിയുകയുള്ളൂ. കാരണം അവന്റെ പേര് തന്നെ സോർദാർ എന്നാണ്. സംശയമുണ്ടോ? അതെ. എങ്കിലും ഇടിക്കൂ, കാണട്ടെ സോർദാർ. നിനക്ക് എത്രമാത്രം ശക്തി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവൂ. വേഗം. വേണ്ട വേണ്ട മിസ്റ്റർ റോക്കി, അത് തെറ്റാണ്. നിങ്ങളെ തല്ലിയെന്നുള്ള കാര്യം മാഡം എങ്ങാനും അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അതെ, കൂടാതെ വീട്ടിൽ വരുന്ന അതിഥികളെ ആരെങ്കിലും ഇടിക്കുമോ? എങ്കിൽ നമുക്ക് ഇദ്ദേഹത്തെ ഖന്ന സാറിനെ വീട്ടിൽ കൊണ്ടുപോയി ഇടിക്കാം. പേടിക്കണ്ട, നിങ്ങളുടെ മാഡം ഇതിനെ കുറിച്ച് അറിയില്ല. കാരണം എനിക്ക് പരിക്കൊന്നും പറ്റില്ല. വാവ് അതെയോ? വാവ്, എന്തിനാ പേടിക്കുന്നത്? ഇടിച്ചോളൂ, കമോൺ, ഇടിച്ചോളൂ മാൻ, കമോൺ, ഇടിച്ചോളൂ, പേടിക്കണ്ട, ഇടിക്ക്. വാവ്, പേടിക്കാതെ ഇടിക്കുന്നേ, വേഗം. വാവ്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പരിക്കൊന്നും പറ്റിയില്ല. കാരണം നീ എന്നെ ഇടിച്ചേയില്ല. സോറി മാൻ, എനിക്ക് തമാശ കാണിക്കുന്നത് വളരെ ഇഷ്ടമാണ്. വാ, ഇവനെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ. നമുക്ക് ശർമ്മ സാറിന്റെ അടുത്തുനിന്ന് കുതിരയെ കൊണ്ടുപോകാം. ജംഗൽ സഫാരിയിൽ കുതിരയുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഓ നോ, പിസയിൽ കോക്രോച്ചോ. അതാ ഒരു പല്ലി. വാവ്, പേടിക്കണ്ട, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. കോക്രോച്ചും ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. ഇങ്ങനെ തമാശ കാണിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്.
വരൂ നമുക്ക് ഹോഴ്സ് റൈഡിംഗ് ചെയ്യാം. ഉറക്കം വരുന്നില്ലെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കൂ. നിങ്ങൾ പുറത്തു പോകുകയാണെങ്കിൽ കാറിന്റെ ടയർ തീർച്ചയായിട്ടും കുഴിയിൽ വീഴുന്നതായിരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതെ, സിറ്റിയിലെ എല്ലാ റോഡിലും കുഴി കുഴിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത CCTV ക്യാമറയിൽ നിന്നും ഇത് ആരാണ് ചെയ്തെന്നുള്ളത് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നു. അത് ഇവരാണ്. ഹണി, ഇത് നീയാണോ ചെയ്തത്? ആ, ഇന്നലെ രാത്രി കുഴി കുഴിച്ചിട്ടു. ഇന്ന് ഞങ്ങൾ മരങ്ങൾ നടും. എടാ, റോഡിന്റെ നടുക്ക് ആരെങ്കിലും കുഴി കുഴിക്കുമോ? വീട്ടിലുള്ള ഗാർഡനിലും കുഴി കുഴിക്കാൻ പറ്റില്ല, റോഡിലും കുഴി കുഴിക്കാൻ പറ്റില്ല. പിന്നെ എവിടെ ഞങ്ങൾ മരങ്ങൾ നടുക? എല്ലാവരുടെ സുഹൃത്താ, ഞാൻ കാര്യം പറഞ്ഞിട്ടും ഇൻസ്പെക്ടർ പാണ്ഡയ്ക്ക് ഒട്ടും തന്നെ മനസ്സിലാകുന്നില്ല. അവനോടും തന്നെ അറസ്റ്റ് ചെയ്യണം. ഹണി വീട്ടിലില്ല. അങ്ങനെയാണെങ്കിൽ നീ ആരാണ്? ഞാൻ ഹണിയുടെ പ്രേതവാ. പുറത്തു പോ. ഇൻസ്പെക്ടർ പാണ്ഡ, അവനെ വിട്ടേക്കൂ. ഇവൻ സിറ്റി മുഴുവൻ വലിയ കുഴി കുഴിച്ചിരിക്കുകയാണ്. സിറ്റി മുഴുവൻ ഇത് കാരണം വലിയ പ്രശ്നത്തിലാണ്. ഇതാണ് പറയുന്നത്, ചെയ്യുന്നത് ഒരുത്തൻ, അനുഭവിക്കുന്നത് മറ്റൊരുത്തൻ. സംശയം വളരെ നന്നായിട്ട് നിങ്ങൾ പണിയെടുക്കുന്നുണ്ട്. എല്ലാ കുഴികളും അടച്ചു കഴിഞ്ഞു. ഇനി ഞാൻ മരം എവിടെ നടുക? അതെവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഈ ഫാക്ടറിക്ക് അടുത്ത് നദിക്കരയിൽ മരം നട്ടുകൊള്ളൂ. അങ്ങനെ ഫാക്ടറിയിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ കുറഞ്ഞു കിട്ടും. പ്ലാന്റേഷൻ വളരെ നല്ല കാര്യമാണ്. എന്നാൽ എന്തിനാ നിങ്ങൾ അത് ചെയ്യുന്നത്? പൊല്യൂഷൻ കുറഞ്ഞു കഴിഞ്ഞാ മാഡത്തിന്റെ ചുമ കുറയുമല്ലോ. ഇതാണോ കാരണം? ഇങ്ങനെ ഒരു മണ്ടൻ കാരണം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആരേത്? എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ബാവ് എൻട്രി? പറയൂ. സോറി, കൊതുകായിരുന്നു. ഹേ കാട്ട്കർ, ഞാനിതാ എത്തിപ്പോയി. വെൽക്കം മൈ ഡിയർ റോക്കി, വെൽക്കം. കുട്ടികളെ, ഇവനാണ് മിസ്റ്റർ റോക്കി. എന്റെ കുഞ്ഞുനാളിലെ കൂട്ടുകാരനാണ്. ഞങ്ങൾ കുറെ വർഷത്തിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. എന്താ, ഇദ്ദേഹത്തെ ചെറുപ്പത്തിൽ തന്നെ കാണാതായതാണോ? അതെ, ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. കുഞ്ഞുനാളിൽ കാണാതെ പോകുന്നവരാണ് വലുതാവുമ്പോ വീണ്ടും വന്ന് കാണുന്നത്. എന്താ, ശരിയല്ലേ?
അമ്മ ആ ആ? ഈ റബ്ബർ സിംഗ് എവിടെ പോയി? ഏ? ആ? ഓ. ആ? ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. അല്ല മാഡം, മാഡത്തിന് എങ്ങനെയാ ചുമ വന്നത്? മാഡം ഇപ്പൊ ചുവന്ന ഡ്രസ്സല്ലേ ഇട്ടിരിക്കുന്നത്, മാത്രമല്ല പച്ച ബാഗും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ചുമക്കുന്നത്. ചുമ വരുന്നത് ഡ്രസ്സിൽ നിന്നാണോ അതോ പേഴ്സിൽ നിന്നോ? ഞാൻ കൺഫ്യൂസ് ആയിരിക്കാ. നീ കൺഫ്യൂസ് അല്ല, ആകെ മൊത്തത്തിൽ നീ ഫ്യൂസ് ആണ്. സംശയമുണ്ടോ? ഹണി, എനിക്ക് പൊല്യൂഷൻ കാരണമാണ് ചുമ വന്നത്. തൊണ്ട വല്ലാതെ വേദനിക്കുന്നുണ്ട്. തൊണ്ടക്കകത്ത് മരുന്ന് പുരട്ടണോ? എടാ ഹണി, നീ മണ്ടത്തരം പറയല്ലേ. തൊണ്ടയ്ക്കകത്ത് ഇറങ്ങി മരുന്നിടൂ. അത് പോണമെങ്കിൽ ചൂടുവെള്ളം കുടിച്ചാൽ മതി. വെള്ളം കുടിച്ചിട്ടൊന്നും കാര്യമില്ല. പൊല്യൂഷൻ കാരണം വീണ്ടും ചുമ വരുന്നുണ്ട്. പൊല്യൂഷൻ എന്ന് വെച്ചാ എന്താ? പൊല്യൂഷൻ എന്ന് വെച്ചാ പൊടി, പുക, അങ്ങനെ പലതും ഉണ്ട്. വലിയ വലിയ ഫാക്ടറികൾ കാരണം പരിസരം മുഴുവൻ മലിനമായിരിക്കുകയാണ്. ഓക്സിജന്റെ ലെവൽ തന്നെ കുറഞ്ഞു പോയിരിക്കുകയാണ്. നീ ഇപ്പൊ ചോദിക്കും ഓക്സിജൻ എന്ന് വെച്ചാൽ എന്താണെന്ന്. ഞാൻ അത്രയ്ക്ക് കഴുതിയൊന്നുമല്ല. ഹോസ്പിറ്റലിലൊക്കെ മാസ്ക് ഇട്ട് കൊടുക്കാറില്ലേ, അതാണ് ഓക്സിജൻ. കുഴിച്ചോ കുഴിച്ചോ നന്നായിട്ട് കുഴിച്ചോ, കുഴിച്ചോ കുഴിച്ചോ നന്നായിട്ട് കുഴിച്ചോ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്തെടുക്കാ? മരം നടാനായിട്ട് ഞങ്ങൾ ഇവിടെ കുഴിയെടുത്തോണ്ടിരിക്കുകയാണ്. അതിന് ഇത്രയും വലിയ കുഴിയോ? നടാൻ പോകുന്നത് മരമല്ലേ, അല്ലാതെ കുളമൊന്നും അല്ലല്ലോ. സംശയമുണ്ടോ? പുറത്ത് വാ. ഞാൻ പുറത്തേക്ക് വരില്ല. മര്യാദയ്ക്ക് കൈ തരാൻ. എനിക്ക് പറ്റുന്നില്ല. ഞാൻ വരുന്നു. ഇവനെന്താ മണ്ടനാണോ? അല്ല, ഞാൻ കഴുതയാണ്, ഇവനൊരു വട്ടനുമാണ്. നിൽക്ക്, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഈ. ആ രക്ഷപ്പെട്ടു. എടാ കർത്ത, നീ എന്തിനാ എപ്പോഴും എന്റെ പുറകെ വരുന്നത്? അതുകൊണ്ടാ എപ്പോഴും താഴേക്ക് വീഴുന്നത്. നിൽക്ക്, ഞാൻ സഹായിക്കാം. വേഗം മേലേക്ക് വാ. ദേ നോക്ക്, മര്യാദക്ക് കയറി വാ. എന്ത് ചെയ്യായിരുന്നു നിങ്ങൾ? മറന്നുപോയോ? ഞാൻ പറഞ്ഞിരുന്നില്ലേ മരം നടാൻ പോവാണെന്ന്. മരം നടാനായിട്ട് വീട്ടിലെ ഗാർഡനിൽ ഇത്രയും വലിയ കുഴിയെടുക്കുമോ? മനസ്സിലായി. വാ കർത്ത, നമുക്ക് പുറത്തു പോയി കുഴി കുഴിക്കാം. നട റോട്ടിൽ ആരാണ് ഇങ്ങനെ കുഴി കുഴിച്ച് വെച്ചത്? മരങ്ങൾക്ക് വേണ്ടത് നല്ല വേരാണ്. എന്റെ വീടിന്റെ മുമ്പിൽ ഈ കുഴി കുഴിച്ചത് ആരാണ്? അടികൈ. ഏയ്, മുകളിലേക്ക് വാ, വരാൻ. ഞങ്ങള് വരില്ല, ഞങ്ങൾക്ക് നീന്തണം. ഇങ്ങോട്ട് വരൂ. എന്റെ പാർക്കിംഗ് ഏരിയയിൽ ആരാണ് ഗാർഡൻ ഉണ്ടാക്കിയത്? പാർക്കിങ്ങിൽ ഗാർഡൻ ഉണ്ടാക്കിയാൽ ഗാർഡനിൽ പിന്നെ എന്തുണ്ടാക്കും? എന്റെ കാർ ഇനി ഞാൻ എങ്ങനെ പുറത്തെടുക്കും? എടാ, കാറിന്റെ പുറത്ത് കയറി ഓടുന്നോടാ, ഇത് പുതിയ കാറാടാ.